കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എല്ലായിടത്തും ഒരു ചോദ്യം. 2026 ആര് ഭരിക്കും? കമ്മ്യൂണിസ്റ്റോ അതോ UDF? കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റം. അതായത് ഒരു വട്ടം LDF വന്നാൽ പിന്നെ അടുത്ത വട്ടം UDF. പക്ഷേ ഇത് 2016 വരെ മാത്രമായിരുന്നു. അതായത് 2016 LDF വന്നു, വീണ്ടും 2021 വീണ്ടും LDF വന്നു. ചരിത്രപരമായ ഒരു മാറ്റം. അതായത് 2026 സ്റ്റാറ്റിസ്റ്റിക്സ് ആയി മാറ്റം വരാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടിയ UDFന്റെ വിജയമാണ്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. വീട് വീടായുള്ള പ്രശ്നങ്ങൾ, ഭരണവിരുദ്ധ വികാരങ്ങൾ എല്ലാം പഞ്ചായത്ത് റിസൾട്ടിനെ ബാധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ പഞ്ചായത്ത് റിസൾട്ട് 2026 ഒരു സൂചന എന്നതാണ്. LDF ഇപ്പോഴും ശക്തമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി, ആരോപണങ്ങൾ, പിന്നെ ഈ പഞ്ചായത്ത് ഇലക്ഷനിലെ പിന്നാക്കം, കണക്കുകൾ പറയുന്നത് ആന്റി ഇൻകംബൻസി LDFനെ ബാധിക്കുന്നു എന്നതാണ്. മറുപക്ഷത്ത് UDFന് ഈ പഞ്ചായത്ത് വിജയം കൊണ്ട് ആത്മവിശ്വാസം കൂടിയിരിക്കുകയാണ്. സംഘടന അടിത്തട്ടിൽ ശക്തമാകുന്നു. ഭരണമാറ്റം എന്ന കേരള ട്രെൻഡ്, ജനവികാരം അവർക്കൊപ്പം. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് പ്രകാരം UDFന് മുൻതൂക്കം. മറുവശത്ത് BJP വോട്ട് ഷെയർ കൂടുന്നു. പക്ഷേ സർക്കാർ രൂപീകരണം അസാധ്യം. പക്ഷേ വോട്ട് സ്പ്ലിറ്റ് ഫാക്ടറായി ശക്തം. കുറച്ച് സ്ഥലങ്ങളിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന വലിയ ശക്തി. ഇതെല്ലാം കൂടി നോക്കിയാൽ UDFന് സ്ട്രോങ് അഡ്വാൻറ്റേജ്, LDFന് സ്ട്രോങ് ഫൈറ്റ് ബട്ട് പ്രഷർ, BJPക്കോ ലിമിറ്റഡ് സീറ്റ് ഹൈ ഇമ്പാക്ട്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രകാരം ഏകദേശം 50% പഞ്ചായത്തുകൾ UDFന്റെയും 35-38% LDFന്റെയും ബാക്കിയുള്ള 12-15% BJPയുടെയും അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെയും. അതായത് 12-15% സ്വിംഗ് ആണെന്ന്. അത് ചെറിയൊരു പെർസെന്റേജ് അല്ല. ഈ കണക്കുകളെല്ലാം ചേർത്ത് വെച്ചാൽ വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിൽ UDFന് 70-80 സീറ്റ് വരെയും, LDFന് 55-65 സീറ്റ് വരെയും, BJPക്ക് 1-6 സീറ്റ് വരെയും കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇത് അഭിപ്രായമല്ല, കണക്കുകളുടെ ഭാഷയാണ്. വോട്ട് ഷെയർ, കേരള ട്രെൻഡ്, പിന്നെ പഞ്ചായത്ത് ഫലം എല്ലാം ചേർന്നിട്ടാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 2026 മത്സരം കനക്കും. പക്ഷേ ഫൈനൽ റിസൾട്ട് ഡിപ്പെൻഡ് ഓൺ ലാസ്റ്റ് 6 months. ഈ 6 മാസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നതിലാണ് ഫൈനൽ റിസൾട്ട്.